ഒരുപക്ഷെ വളരെയധികം വിവാദത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഇടപെടുന്നത്, KPCC ഉപസമിതി ഇടപെടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്നാൽ അത് എത്രത്തോളം ഉപയോഗപ്രദമാകും, അല്ലെങ്കിൽ ഈ ഒരു അനുനയ നീക്കം അത് പൂർണ്ണമായി വിജയത്തിലേക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് പരാജയമാണോ എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണം കൂടി വരുന്നുണ്ട് അതിലേക്ക്. നേരിട്ട് തന്നെ വരണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പേരിൽ ഒരു വാദപ്രതിവാദം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് പരസ്യമായ പ്രസ്താവന പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്, പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കരുത്. ഞങ്ങളൊരു പാർട്ടി എന്നുള്ളതിന്റെ ഒരു തീരുമാനം എടുത്തു, അതിന്റെ അടിസ്ഥാനത്തെ കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയോട് പറയാൻ എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങളതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പരസ്യ പ്രസ്താവനകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ പുറത്ത് ഒരു പരസ്യ പ്രസ്താവന പറ്റില്ല. വീട്ടുകാരുടെ വിഷമങ്ങളുള്ളത് അത് വേറെ, അതിപ്പോൾ സംസാരിച്ച നിങ്ങൾ തന്നെ കേട്ടതാണ്. ആ പ്രശ്നമൊക്കെ അവളിത് വേറെ രൂപത്തിൽ വരും. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു കോലാഹലം ഉണ്ടാക്കി കളയാം, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു പഴയ വിരോധം ഉണ്ടെങ്കിൽ അത് ഇവിടെ തീർക്കാം എന്നുള്ള നിലയിലിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഐറ്റമായിട്ട് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് അല്ലാതെ തന്നെ പ്രശ്നത്തിന് പരിഹാരം. അത് കേൾക്കാനാളില്ലാതെയാണ് ആദ്യത്തെ പ്രശ്നം വന്നത്. ഇപ്പൊ കേട്ടു, എല്ലാവരും ഇപ്പൊ കേട്ടു. നേതാക്കന്മാരുടെ അടുത്ത് ആദ്യം പോയപ്പോൾ ഉള്ള ഒരു അങ്ങനെയല്ലല്ലോ പ്രതികരണം. സംതൃപ്തി ഉണ്ട്. കാര്യങ്ങളൊക്കെ ഇവര് കേട്ടു, എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. അച്ഛൻ വിശ്വസിച്ച പാർട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, ഒരുപക്ഷെ ഈ ഒരു അനുനയ നീക്കം വിവാദങ്ങൾ ഇല്ലാതാക്കാനാണോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കാനാണോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. വിഷ്ണു, ഇത് ഇപ്പോഴല്ല, നേരത്തെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ നേതാക്കൾ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ്. അത് തന്നെയാണ് കുടുംബം നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഈ അനുനയവുമായി എത്തിയ നേതാക്കളോട് പോസിറ്റീവായിട്ടാണ് ഈ കുടുംബം പ്രതികരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന് ഒരു അല്പം ആശ്വാസം ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെത്തെ കൃത്യമായിട്ടുള്ള ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. ഇവരോട് സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി ഏറ്റെടുക്കും, പാർട്ടി തന്നെ ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുകയും അത് പൂർണ്ണമായും കുടുംബത്തെ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും ഒഴിവാക്കുമെന്നുള്ള ഒരു ഉറപ്പ് കോൺഗ്രസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഈ ഉപസമിതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.